ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരവും രാത്രിയുമായിട്ടുള്ള കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാ ഞാനൊരു ദിവസം പറഞ്ഞിരുന്നല്ലേ, കുറച്ചാണ് ഞാൻ ചക്കക്കുരുവിൻ്റെ കട്ട്ലറ്റ് ഉണ്ടാക്കിയിരുന്നത്. ഇത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ട് രാത്രിയാണ് അസല വരുന്നത്. അപ്പോഴേക്ക് ചൂടാറുന്നതിന് വേണ്ടി ഇതൊരു ട്രിക്കാണ്. റൈസ് കുക്കറിൻ്റെ ഉള്ളിലിട്ടിട്ട് മൂടി വെച്ചാൽ നല്ല ചൂടോടെ ഇരിക്കും. അപ്പോൾ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ദോശയാണ്, ആട്ടപ്പൊടി കൊണ്ടുള്ള ദോശ. അപ്പോൾ അതിനിതാ ആട്ടപ്പൊടി 2 കപ്പ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഇത് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിന് വേണ്ട പച്ചവെള്ളത്തിൽ തന്നെ അരച്ചെടുക്കുന്നത്. പച്ചവെള്ളം അരച്ചെടുത്തിന്. പിന്നെ അതിന് പെട്ടെന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക്. റൈസ് കുക്കറിലേക്ക് ഇളം ചൂടുവെള്ളം, നല്ല ചൂടൊന്നും കൂട്ടണ്ട, ചെറിയ ചൂട് മതി. കൈയിടുന്ന പാകത്തിനുള്ള ചൂടുവെള്ളത്തിലേക്ക് പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് അരച്ച് വിട്ടൊഴിച്ച് കൊടുക്കാം. എന്താ വെച്ചെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് കുഞ്ഞു മക്കളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരച്ചിട്ട് വേഗം അരമണിക്കൂറിൽ പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ആക്കിയത് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ പൊങ്ങി വരട്ടെ. പിന്നെ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ആട് കറിയാണ്, ആട് കുറുമ. അപ്പോൾ ഇനി ആട് ഇറച്ചി മുറിച്ച് കയറ്റി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടി, പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്ത്, പിന്നെ നീരുള്ളി തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളകൊക്കെ ഇട്ട് പേസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായി. അതിൽ നിന്ന് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നു. പിന്നെ അതിന് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല പോലെ കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുന്നു. നല്ല പോലെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ആട് ഇറച്ചിയായത് കൊണ്ട് അടിക്ക് പിടിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ അങ്ങനെ ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ വെച്ച് ഫാനായിട്ട് വെച്ചിന്. അങ്ങനെ 6-7 വിസിലടുപ്പിച്ചിട്ടുണ്ട്. വെള്ളം വറ്റിയിട്ടില്ല, വെള്ളം ഉണ്ടായതിൽ തന്നെ നല്ല പോലെ വെന്ത് വന്നിന്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെച്ച് എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് തേങ്ങാപ്പാലാണ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് 2 നല്ല വലിയ പച്ചമുളകും കറിച്ചപ്പലും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ തേങ്ങാപ്പാലെടുത്ത് അതേ മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കൊട്ട പൂത്തി വെച്ചിട്ടുണ്ടായി, അതും ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് മാറ്റി വെച്ച ആട് വെന്ത വെള്ളം ഉണ്ടല്ലേ, ആ വെള്ളവും കൂട്ടിയിട്ട് നല്ല പോലെ അടിച്ചെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്ത് ഞാൻ അത് അടുപ്പത്ത് വെച്ച് എന്നിട്ട് കൊട്ടൻ്റെ മിക്സ് അടിച്ചതും ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നല്ല മൂത്ത് വരും കറി. എന്ത് ടേസ്റ്റ് ഉണ്ടായിന്നറിയാം. ആട്ടിറച്ചി കിട്ടിയെങ്കിൽ ഇതുപോലെ ഒന്ന് കുറുമ ഉണ്ടാക്കി നോക്കണം. നല്ല അടിപൊളി ഉണ്ടായിന്. മക്കൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന്. അതിന് കുറച്ച് ഉപ്പ് കുറവുണ്ടായി, അങ്ങനെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ ആടിറച്ചി കിട്ടിയാൽ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കും. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ ഇത് നമ്മളെ ആടുകറി റെഡിയായിന്. നമ്മളെ മൂടി വെച്ച അരച്ച് വെച്ച പിട്ടെന്തായി നോക്കാമല്ലോ ദോശക്ക്. നല്ല പോലെ പൊന്തി വന്നിന്. ഇനിയും കുറച്ച് സമയം വെച്ചില്ലെങ്കിൽ ഇതിനേക്കാളും പൊന്തി വരട്ടി. കഴിഞ്ഞ് ഞാൻ പിന്നെ തിരക്കുണ്ട് അറിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ എടുത്തതാണ്. സമയം കുറവായത് കൊണ്ട് ഞാൻ അരമണിക്കൂറേ വെച്ചത്. എന്നാലും നല്ല ബബിൾസൊക്കെ വന്നിട്ട് നല്ല പോലെ പൊന്തി വന്നിന്. പിന്നെ ഇതിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ നമുക്ക് ഇതിനെ മിക്സാക്കിയിട്ട് എടുക്കാം. ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.
കാണുന്നുണ്ട് നല്ല പോലെ ബബിൾസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിന്. നമുക്കിതാ ഒരു തവി മാവെടുത്തിട്ട് എൻ്റെ സെൻട്രലായിട്ട് ഒഴിച്ച് കൊടുക്കാം. നല്ല ബോൾസ് അതിൻ്റെ ഓട്ടോട്ട വരുമ്പോൾ മൂടി വെക്കാം. നല്ല ഹോൾസ് വരും. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല ഹോൾസൊക്കെ വന്നിട്ട് അപ്പോൾ നല്ല പോലെ പൊന്തി വന്നിന്. കണ്ട നല്ല അടിപൊളിയായിട്ട് കിട്ടീന്. അങ്ങനെ പിന്നെ എല്ലാ അപ്പവും നമുക്ക് ചുട്ടെടുക്കാം. കുറച്ച് എണ്ണ തേച്ച് ഞാനിതാ ചുട്ടെടുക്കുന്നുണ്ട്. ഇളയിട്ട് വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ് എണ്ണ തടവി കൊടുക്കുന്നത്. പിന്നെ എണ്ണ തടവാതെ നേരെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എണ്ണ തടവിയില്ല. ആദ്യം 2 ദോശക്ക് മാത്രമേ എണ്ണ തടവിയിട്ടുള്ളൂ. ഹോൾസ് വന്നതിന് ശേഷം നമ്മൾ എന്താക്കണം, മൂടി കൊടുക്കണം. മുമ്പേ മൂടി കൊടുക്കരുത്. ഹോൾസ് ഇങ്ങനെ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് മൂടി കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് ഓരോ അപ്പവും ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആഡ്സും വീഡിയോസും ഫുള്ളായിട്ട് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. ഇനി മുന്നിലോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും വേണം. എന്നാലേ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അങ്ങനെ ഇതാ ഞാൻ ഓരോ ദോശയും ചുട്ടെടുക്കുന്നുണ്ട്. ഇനി എണ്ണ തടവാതെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എണ്ണ തടവാതെ കുട്ടി കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നല്ല പോലെ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് കഴിച്ചിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇതാ ഒരു ദോശ എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായി. ഞാൻ തിന്നാൻ ആ ദോശയും ആ കുറുമയും എല്ലാം കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ചൂടുണ്ട് കറി. അപ്പവും ചൂടുണ്ട്, കറിയും ചൂടുണ്ട്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ആട്ടാപ്പൊടി കൊണ്ടുള്ളൊരു ദോശയും കുറുമെല്ലാം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.